ആ മൂവി ഭയങ്കര നല്ലതായിരുന്നു. ആൾക്കാർ വിചാരിക്കും ഞാൻ സ്ഥിരം മൂവി റിവ്യൂവർ ആണെന്ന് വിചാരിക്കും. നല്ല മൂവിയാണ്. ഇനി കൂടുതൽ എന്നെ കൊണ്ട് ഇനി പറയും. ഐ തിങ്ക് കാണാൻ കൊതിച്ചൊരു എന്താ പറയുക, ഒരു അവതാറിലാണ് നിവിൻ പോളി ഇതിലുള്ളത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉഗ്രനാണ്, നന്നായിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. കൊള്ളാമായിരുന്നു. ഒരു പക്ക വിനീത് ശ്രീനിവാസൻ ക്ലാസിക് എല്ലാം ഉണ്ട്. പ്രണവ് മോഹൻലാൽ എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ ഒന്നും പറയാനില്ല. ഫാമിലി നല്ല സിനിമ തന്നെയാണ്. കിട്ടില്ല സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് പറയാം. അടിപൊളി പടം ബ്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി വരുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു അടിപൊളി പടം, ബോറിംഗ് ഇല്ല, ആക്ച്വലി ഒട്ടും ബോറിംഗ് ഇല്ല. ദെൻ നിവിൻ പോളിയുടെ അഭിനയം ഒരു രക്ഷയില്ല, പെർഫെക്റ്റ് ആണ്, ഒന്നുമില്ല, മസ്റ്റ് വാച്ചാണ്. വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഐ തിങ്ക് കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട, ഒരു വലിയ ത്രില്ലില്ല, അങ്ങനെയൊന്നുമില്ല, കണ്ടിരിക്കുന്ന വളരെ നന്നായിട്ട് കണ്ടിരിക്കാം. ഫാമിലി മൂവിയാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അതിനെക്കാട്ടിലും ബെറ്റർ തീർച്ചയായിട്ടും. നിവിൻ പോളി എടുത്ത് പറയേണ്ട ഒരു കാര്യം. നമുക്ക് ഐ തിങ്ക് കാണാൻ കൊതിച്ചൊരു എന്താ പറയുക, ഒരു അവതാറിലാണ് നിവിൻ പോളി ഇതിലുള്ളത്. സോ അത് മിസ്സാക്കരുത്. വളരെ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഇനി കൂടുതൽ എന്നെ കൊണ്ട് ഇനി പറയും. ആ മൂവി ഭയങ്കര നല്ലതായിരുന്നു. ആൾക്കാർ വിചാരിക്കും ഞാൻ സ്ഥിരം മൂവി റിവ്യൂവർ ആണെന്ന് വിചാരിക്കും. വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു മൂവി കണ്ടു. നല്ലൊരു എൻ്റർടൈനിങ് മൂവിയാണ്. മൂവി ആസ് സച്ച് ഇറ്റ് വാസ് എ റിയലി നൈസ് മൂവി. നമ്മൾ കുറേ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഒരു എന്താ പറയുക, സ്റ്റോറിയാണ്, കഥയാണെന്നും വില്ലൻ അല്ലെങ്കിൽ കഥയാണെന്നും നായകൻ എന്ന് പറയുന്ന ഒരു അത് ഒന്നും കൂടെ ഒന്ന് പ്രൂവ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ മൂവി ലവേഴ്സിൻ്റെ മക്കൾ അല്ലെങ്കിൽ മൂവി ആർട്ടിസ്റ്റിൻ്റെ മക്കൾ തന്നെ വന്ന് ഇത്തരം ഒരു മൂവി ചെയ്യുന്നതിനകത്ത് ഒരു ഭയങ്കര ഫീൽ ഗുഡ് ചില ഒത്തിരി ധ്യാൻ ശ്രീനിവാസനായാലും എല്ലാവരും ഓരോരുത്തരും ഒരു കംബാക്ക് എന്നാണോ പറയേണ്ടത്, ഓർ ദേ ആർ ഒരു സ്റ്റോറി തന്നെയാണ് ഒരു നായകനെന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. സൂപ്പർ സിനിമയാണ്. എല്ലാ ഫാമിലീസിനും കണ്ട് എൻ്റർടൈൻമെൻറ്റിന് പറ്റിയൊരു സിനിമയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്. ഇല്ല യൂത്തിന് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ നല്ല സൂപ്പർ സിനിമയാണ്. എല്ലാ യൂത്തും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ആവേശം നമ്മൾ എന്നുവെച്ചാൽ നമുക്കൊരു അടിയിടി പടത്തിനെക്കാളും കുറച്ചും കൂടെ ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. അദ്ദേഹത്തിനെക്കാളും ബെറ്ററാണ്. നല്ല സിനിമയാണ്.